നിങ്ങളുടെ തിളച്ചു പൊങ്ങുന്ന ദേഷ്യത്തെ എങ്ങനെ തണുപ്പിക്കാം? നമുക്കറിയാം, ദേഷ്യമാണ് നമ്മെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന ഇമോഷൻ എന്ന്. സത്യത്തിൽ ദേഷ്യം വന്നാൽ അത് മിതമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ് നല്ലത്. അത് സന്ദർഭത്തിനനുസരിച്ചും നിയന്ത്രണം വിടാതെയുമായിരിക്കണം എന്ന് മാത്രം. എന്നാൽ ദേഷ്യം നിയന്ത്രണം വിട്ടാൽ അതുണ്ടാക്കുന്ന കേടുപാടുകൾ ചെറുതായിരിക്കില്ല. ചിലർക്ക് ദേഷ്യം വന്നാൽ എന്താണ് പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ ഒരു രൂപവും ഉണ്ടായിരിക്കില്ല. സത്യത്തിൽ അവർക്ക് അപ്പോൾ അവിടെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദേഷ്യം കൂടുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അമിഗ്ഡല എന്ന ഭാഗം സജീവമാവുകയും ഇത് അഡ്രിനാലിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ സ്ട്രെസ് ഹോർമോണുകൾ റിലീസ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിപ്പിച്ച് നമ്മെ പെട്ടെന്ന് പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതായത് നാം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുന്നു. ഇങ്ങനെ അമിഗ്ഡല ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നമ്മെ യുക്തിപരമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു. ഇത് കാരണം യുക്തിപരമായി ചിന്തിക്കാൻ കഴിയാതിരിക്കുകയും എടുത്തുചാടിയുള്ളതോ അക്രമാസക്തമായതോ ആയ പെരുമാറ്റങ്ങളിലേക്ക് നാം മാറുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ ചിലപ്പോൾ അമിഗ്ഡല ഹൈജാക്ക് എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിക്കാറായ ദേഷ്യത്തെ ഒന്ന് പോസ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇമ്മീഡിയറ്റ് ആയി നാം ചെയ്യേണ്ടത് ഇങ്ങനെ ഇരച്ചു കയറുന്ന ദേഷ്യത്തെ ഒന്ന് പോസ് ചെയ്യുക എന്നതാണ്. അതായത് ആ ദേഷ്യത്തിൻ്റെ ഫ്ലോ ഒന്ന് കട്ടാക്കണം. അതിനായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കരുത്. മുഖത്തേക്ക് വെള്ളം സ്പ്ലാഷ് ചെയ്യുക, കൈ കഴുകുക അല്ലെങ്കിൽ തണുപ്പിക്കുക. അതും പറ്റില്ലെങ്കിൽ 5 തവണയെങ്കിലും ദീർഘനിശ്വാസം എടുക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും ഒന്ന് മാറുക. പറ്റുമെങ്കിൽ ഒരു 20-25 സ്റ്റെപ്പുകൾ ഒന്ന് നടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇരച്ചു പൊങ്ങുന്ന ദേഷ്യത്തിൻ്റെ ഫ്ലോ ഒന്ന് കട്ടാകും. ആ സമയം മതി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ, ദേഷ്യം എന്നെ തോൽപ്പിക്കുകയാണ്, ഞാനല്ലാതാകുന്നുണ്ട്, ഐ കാൺട്ട് ഡു ദിസ്, ഐ ഹാവ് ടു കൺട്രോൾ ആൻഡ് കാം ഡൗൺ. ഒരു തുണിയെങ്കിലും കിട്ടുമെങ്കിൽ അത് നിങ്ങളുടെ മുഷ്ടിയിൽ മുറുകെ പിടിച്ച് നിങ്ങളുടെ ദേഷ്യം റിലീസ് ചെയ്യാം. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തറയിൽ ആഞ്ഞു ചവിട്ടാം, പില്ലോയിലോ കുഷ്യനിലോ ആഞ്ഞിടിക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ദേഷ്യത്തെ തൽക്കാലത്തേക്ക് ഡൈവേർട്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ ദേഷ്യത്തെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഒന്നുകൂടി കൂൾ ഡൗൺ ആകാൻ വേണ്ടി 5-4-3-2-1 ഗ്രൗണ്ടിംഗ് ടെക്നിക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യ നേരത്ത് ഉപകാരപ്പെടണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സന്ദർഭം നേരിടുന്നതായും അത് ഈ പറഞ്ഞ രീതിയിൽ നിയന്ത്രിക്കുന്നതായും ഒന്ന് സങ്കല്പിച്ച് ഓർത്തു വെക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ദേഷ്യം വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.